ലൈഫിൽ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, എല്ലാവരും ഒരു ആഴ്ചയിൽ 4 ദിവസം സൺറൈസും പിന്നെ വർഷത്തിലൊരു 2 സ്നോഫാളൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം എല്ലാവരും പ്രശ്നം മാറി കിട്ടും. ഹലോ ഗായ്സ്, നമ്മളെ 3rd ഡേ ആണ് ഇവിടെ, ബീച്ച് ഹൗസിലെ 3rd ഡേ. ഇന്നലെ നൈസായിട്ട് നല്ല ഉറക്കം കിട്ടി. ഇന്നലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എണീച്ച പാടെ തന്നെ നേരെ പോയിട്ട് 7 മണിക്ക് എണീച്ചിട്ടുണ്ട്. എണീച്ച പാടെ തന്നെ നേരെ പോയിട്ട് ഞാൻ കിച്ചണിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് മൊത്തം ക്ലൗഡിയാണ് കേട്ടോ, ഞാൻ കാണിച്ചാൽ ഫുൾ ക്ലൗഡിയാണ്. സ്കൈ എല്ലാം ഫുൾ ക്ലൗഡി കിടക്കുക. അപ്പം ഞാൻ അതെന്തായാലും നടക്കില്ല വിചാരിച്ച് ഞാൻ ഡയറക്റ്റ് എൻ്റെ റൂം ക്ലീൻ ചെയ്തു. ഇതാണ് എൻ്റെ റൂം. ഇന്നലെ ക്ലീൻ ചെയ്യേണ്ടിയാണ്. ഞാൻ എപ്പോഴും ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. 4 ദിവസമായി ഈ ജാക്കറ്റ് ഇട്ടാണുള്ളത്. ഇന്ന് സ്നോഫോൾ കിട്ടും പ്രതീക്ഷയിലാണ്. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. എപ്പോഴും മഴ പെയ്താൽ എന്തായാലും സ്നോഫോളിന് 90% ചാൻസാണ്. നമ്മൾ മേലൊക്കെ ഇപ്പം മഞ്ഞ് പെയ്യുന്നുണ്ട്. കൽകയിലോട്ട് എത്തിയിട്ടില്ല, എത്തും ഉറപ്പായിട്ട് ഇന്ന് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല മഴ പെയ്ത് എന്തായാലും സ്നോ ഉണ്ടാവുന്നത്. അടിപൊളിയാണ്. ഇപ്പോൾ ലൈഫിൽ കുറേ സീനൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ ആലോചിച്ചിരുന്നാൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഫുൾ ടൈം ഇരിക്കേണ്ടി വരും. കാര്യമായിട്ട് പറയാം, വലിയ അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയി മാറിയത്. എന്തായാലും യാത്ര ചെയ്യുക, കുറേ സ്ഥലങ്ങൾ പോവുക, കുറേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക. ഇപ്പം തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കും. ഈവനിങ് ആയി, ഒരു 6 മണി നേരമായി. ഞാൻ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂറോളം സ്നോഫാൾ ഉണ്ടായിരുന്നു. ഏകദേശം സെറ്റിലായി കണ്ടില്ലേ, ഫുള്ള് സെറ്റിലായി. അപ്പം അങ്ങനെ താഴത്തേക്ക് വന്നാണ് വെറുതെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഏതാ സീനറി അടിപൊളിയാണ്. ശരിക്കും നല്ലൊരു ഫീലാട്ടോ. ഇനി ഗസ്റ്റ് ഉണ്ട്, അപ്പം ഇനിയും കുറച്ച് എന്തൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ട് നൈറ്റിലോട്ട് ഡിന്നറും സെറ്റ് ചെയ്യാണ്ട് അതിനായിട്ട് ഇന്നും കിടക്കണം. നല്ല തണുപ്പായിരിക്കും ഉറപ്പായിട്ടും. എന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്നോഫാൾ കിട്ടി. ലാസ്റ്റ് സ്നോഫാളാണെന്നാണ് കരിക്ക പറയുന്നത്. എന്തായാലും നോക്കാം. ബൈ ഗൈസ്.